Hi students, today we are going to study about importance of C and its basic structure. Let us discuss importance of C programs. C is a robust language. C എന്ന് പറയുന്നത് a robust language ആണ്. Okay. And has a rich set of built-in functions. ഒരുപാട് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ്, ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് അതൊക്കെ സിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് റോബസ്റ്റ് എന്ന് പറയാനുള്ള ഒരു റീസൺ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സി എന്ന് പറയുന്നത് സി ഈസ് എ റോബസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ഹാസ് എ റിച്ച് സെറ്റ് ഓഫ് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ്, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സി ലൈബ്രറിയിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ്, അതിൻ്റെ പേര് മാത്രം നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്താൽ മതി. നമ്മൾ സ്വന്തമായിട്ട് അത് ആ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും എഴുതി തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാം നെയിം യൂസ് ചെയ്യാം, ആ ഒരു ഫങ്ഷൻ നെയിം യൂസ് ചെയ്യാം. ഫങ്ഷൻ നെയിം ഓൾറെഡി സി ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മാത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ SQRT എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ആണ്. പിന്നെ സീൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഡാറ്റ ടൈപ്സ് ഉള്ളത് എന്നുള്ളത്. പിന്നെ ഓപ്പറേറ്റേഴ്സ്, പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട് സിയിൽ പഠിക്കാനുള്ളത്. Okay, then program written in C are efficient due to availability of several data types and operators. അപ്പോൾ നമ്മളൊരു സിയിൽ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാം വളരെ എഫിഷ്യൻ്റ് ആണ്. കാരണം സിയിനകത്ത് നമുക്ക് സെവറൽ ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സി ഹാസ് ദ കേപ്പബിലിറ്റീസ് ഓഫ് ആൻ അസംബ്ലി ലാംഗ്വേജ്. ഒരു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ലോ ലെവൽ ലാംഗ്വേജസ് ആക്ച്വലി സി എന്ന് പറയുന്നത് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ബട്ട് സിക്ക് അസംബ്ലി ലാംഗ്വേജിൻ്റെ കേപ്പബിലിറ്റീസും ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജസിൻ്റെ കേപ്പബിലിറ്റീസും ഉള്ളത് കൊണ്ട് നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും സി പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് ആവശ്യമാണ്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് സി. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അത് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ സി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് അത് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ സി പ്രോഗ്രാം ഉപയോഗിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിക്ക് അസംബ്ലി ലാംഗ്വേജിൻ്റെ ലോ ലെവൽ, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജിൻ്റെ പല ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈലി പോർട്ടബിൾ ലാംഗ്വേജ് ആണ്. ഹൈലി പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഷീൻ്റെ അകത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കോഡ്, ഫോർ എക്സാമ്പിൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു സി പ്രോഗ്രാം കോഡ് നിങ്ങളുടെ സിസ്റ്റത്തിലും എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുള്ളി റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം, നമ്മൾ സി പ്രോഗ്രാം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, ലോ ലെവൽ ഫീച്ചേഴ്സ് ഉണ്ട്, ബിറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ആൻഡ് ഡയറക്റ്റ് ആക്സസ് ടു മെമ്മറി യൂസിങ് പോയിന്റർ. ഒരു പോയിന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സിൻ്റെ അകത്ത്. അപ്പോൾ പോയിന്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റും. മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രൈമറി മെമ്മറീനെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സി പ്രോഗ്രാമിലൂടെ. കാരണം സി പ്രോഗ്രാമിൻ്റെ അകത്ത് പോയിന്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, പോയിന്റേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ പോയിന്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി മെയിൻ മെമ്മറീനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ സി ഹാസ് ഹൈ ലെവൽ കൺസ്ട്രക്ട്സ് ഉണ്ട്. പിന്നെ മോർ യൂസർ ഫ്രണ്ട്ലി ആണ്. സിൻടാക്സസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സിൻടാക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്. ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ആണല്ലോ. സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നമുക്ക് ഗ്രാമർ ആവശ്യമാണ്. ഗ്രാമറിനെയാണ്
നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഭാഷയെ പറയുക സിൻടാക്സ് എന്ന് പറയും. ഇപ്പോൾ സിൻടാക്സ് എന്താണ്? ഒരു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിനെ പോലെ തന്നെയാണ്. ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതാണ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിനെ പോലെ തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ അകത്തുള്ള ഒരുപാട് വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. C is well suited for structured programming. Structured programming ഇന്ന് പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്, ബ്ലോക്ക് സ്ട്രക്ചർ ഉണ്ട്, മൊഡ്യൂൾസ് ആയിട്ടൊക്കെ നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ് C വെൽ സ്യൂട്ടഡ് ആണ്. And next importance of C is C has ability to extend itself. C പ്രോഗ്രാമിന് സ്വന്തമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ടാസ്ക് ആയി കഴിഞ്ഞാലും ആ ടാസ്കിനൊക്കെ നമുക്ക് നന്നായിട്ട് C പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. And next, the basic structure of C programs. Basic structure of C programs. ഒരു C program നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബേസിക്കലി ഒരു C പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്, പിന്നെ വരിക ലിങ്ക് സെക്ഷനാണ്, ദെൻ ഡെഫിനിഷൻ സെക്ഷൻ, പിന്നെ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, പിന്നെ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രോഗ്രാം അല്ലേ. ആ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് കേളി ബ്രാക്കറ്റ്, ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റും ഉണ്ട്, ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും ഉണ്ട്. ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലറേഷൻ പാർട്ടും ഉണ്ടാവും, എക്സിക്യൂട്ടബിൾ പാർട്ടും ഉണ്ടാവും. ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ്, ഫങ്ഷൻസ് അതൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക, ഇത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്ത് വെക്കുക. എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് പറയുന്നത് സെൻറ്റൻസസ് ആണ്. ഓക്കെ. പിന്നെയുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സബ് പ്രോഗ്രാം സെക്ഷനാണ്. സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. നമുക്ക് എത്ര ഫംഗ്ഷൻ വേണേൽ നമുക്ക് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ബേസിക് സ്ട്രക്ചറിൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം, ലിങ്ക് സെക്ഷൻ ഉണ്ടായിരിക്കണം, ഡെഫിനിഷൻ സെക്ഷൻ ഉണ്ടായിരിക്കണം, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. ഗ്ലോബലി നിങ്ങൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ ഡിക്ലറേഷൻ ഉൾപ്പെടുത്താം. ഓക്കെ. പിന്നെ മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ സബ് പ്രോഗ്രാം ഫംഗ്ഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് പ്രോഗ്രാം സെക്ഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് documentation section ആണ്. The documentation section is the part of the program where the program gives the details associated with the program. He usually gives the name of the program. പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കും ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത്, പിന്നെ ഓതറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും, ഈ കോഡിങ് തുടങ്ങിയ ടൈം, ഡേറ്റ് അതൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. വേറൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ആരുടെ കോഡാണ്, ഇതെപ്പം തയ്യാറാക്കിയതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ സാധാരണ കൊടുക്കുക കമൻറ്റ് ലൈനിലാണ്. കമൻറ്റ് ലൈൻ എങ്ങനെയായിരുന്നു? /*. ഓക്കെ. 2/* ഫയൽ നെയിം, ആ ഒരു ഫയലിൻ്റെ പേര് helloworld.c ആണ്. ഓതറിൻ്റെ പേര്, ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം. നോ ഇൻപുട്ട് നീഡഡ്, ഇൻപുട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് കമൻറ്റ് ലൈൻ എന്താണ് എൻഡ് ചെയ്യുന്നത്? */ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും കമ്പൈൽ ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് പ്രോഗ്രാം കോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ എഴുതാനുണ്ട്, സ്റ്റാർട്ടിങ്ങിലാണ് എഴുതുക ഫയലിൽ. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ലിങ്ക് ആണ്. അപ്പോൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഹെഡർ ഫയൽസ് ഉണ്ടാവും. നമുക്ക് ആ ഹെഡർ ഫയൽസൊക്കെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അതിൻ്റേതായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ ഫോർ എക്സാമ്പിൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള SQRT എന്ന് പറയുന്നൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. SQRT എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കാനുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഹെഡർ ഫയൽ എന്ന് പറയുന്നത് math.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ SQRT എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഹാഷ് ഇൻക്ലൂഡ് math.h കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ printf scanf സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണല്ലോ printf scanf. അപ്പോൾ ആ printf scanf ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിക്കണം. stdio.h എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ്. ഓക്കെ, അതാണ് ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡെഫിനിഷൻ സെക്ഷനാണ്. ഈ ഡെഫിനിഷൻ സെക്ഷൻ്റെ അകത്ത് നമ്മൾ കോൺസ്റ്റൻസിനൊക്കെ ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, കോൺസ്റ്റൻസിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ഹാഷ് ഡിഫൈൻ pi is equal to 3.14. ഡെഫിനിഷൻ സെക്ഷൻ, ഈ സെക്ഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഡിഫറെൻറ്റ് കോൺസ്റ്റൻസിനൊക്കെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഈ ഡെഫിനിഷൻ സെക്ഷനിൽ ഡിഫൈൻ എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാഷ് ഡിഫൈൻ pi equal to 3.14. അപ്പോൾ pi എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ് 3.14. ഇത് ഡിഫൈൻ ചെയ്ത് ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നത് കീവേഡാണ്. ഡിഫൈൻ എന്ന് പറയുന്നത് കീവേഡാണ്. അപ്പോൾ അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് piൻ്റെ വാല്യൂ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെഫിനിഷൻ സെക്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനാണ്. ഈ സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസും പിന്നെ ഗ്ലോബൽ ഫങ്ഷൻസൊക്കെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്കത് കോൾ ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നതാണ് വേരിയബിൾ, ഇൻറ്റിജറാണ് അതിൻ്റെ ടൈപ്പ്. 7 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും എ എന്ന് പറയുന്ന വേരിയബിളിനെ ഉപയോഗിക്കാം. അതിൻ്റെ വാല്യൂ സ്റ്റാർട്ടിങ്ങിൽ 7 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഏരിയ എന്ന പേരിലുള്ള ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഫ്ലോട്ട് വാല്യൂ ആണ്. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ട് 6 ആണ്. ഓക്കെ, ഇൻപുട്ട് വാല്യൂ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്. ഏരിയ എന്ന് പറയുന്ന ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന ഫങ്ഷൻ നമുക്ക് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കോൾ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഈ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനൊക്കെ ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മെയിൻ ഫങ്ഷൻ സെക്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൻ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റും ഉണ്ട്, ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ മെയിൻ ഇൻറ്റു മെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ദാറ്റ് ഈസ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് തരുന്നത് നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് എടുക്കുക. അതാണ് ഇവിടെ സിംഗിൾ ബ്രാക്കറ്റ്സിനുള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വോയിഡ്. അപ്പോൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻപുട്ടും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് അപ്പോൾ ഇൻറ്റ് എ ഈക്വൽ ടു 10. ഇതിൻ്റെ മീനിങ് എന്താണ്? എ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, ഇൻറ്റിജർ വേരിയബിളാണ്. അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആയിട്ടുള്ള 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റിട്ടേൺ 0 ഇവിടെ കൊടുക്കാൻ കാരണം മെയിൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഇൻറ്റിജറാണ്. മെയിൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഇൻറ്റിജർ. അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ 0 കൊടുക്കുന്നത്. മെയിൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഇവിടെ ജസ്റ്റ് വോയിഡ് ആണെങ്കിൽ
നമ്മൾ റിട്ടേൺ 0 കൊടുക്കേണ്ട ആവശ്യമില്ല. വോയിഡ് മെയിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിട്ടേൺ 0 കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം വോയിഡ് മെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷനൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ള സെക്ഷനാണ് സബ് പ്രോഗ്രാം സെക്ഷൻ. ഇവിടെ നമ്മൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് ഒക്കെയാണ് ഡിഫൈൻ ചെയ്യുക. യൂസർ ഡിഫൈൻ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. യൂസറിന് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ആഡ് എന്ന് പറയുന്ന ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ്. ആ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂ ആണ്. അതിൻ്റെ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് 2 വേരിയബിൾസ് ആണ്. എ എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ എടുക്കുന്നുണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു ഇൻറ്റിജർ വാല്യൂ എടുക്കുന്നുണ്ട്. 2 ഇൻപുട്സ് ആണ് അത് എടുക്കുന്നത്. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ സബ് പ്രോഗ്രാം സെക്ഷനിൽ ഒരു യൂസറിന് വേണമെങ്കിൽ എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാം ഒരു യൂസറിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കമൻറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാം. പിന്നെ ലിങ്ക് സെക്ഷനാണുള്ളത്. അപ്പോൾ ഈ ലിങ്ക് സെക്ഷനാണ് നമ്മൾ ഹെഡർ ഫയൽസ് ഒക്കെ ഹാഷ് ഇൻക്ലൂഡ് ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യുന്നത്. പിന്നെ ഡെഫിനിഷൻ സെക്ഷൻ, അവിടെ നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യാം. പിന്നെ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ത്രൂഔട്ട് ദ പ്രോഗ്രാം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ മെയിൻ ഫംഗ്ഷനാണ് സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രോഗ്രാം. അവിടെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് സി പ്രോഗ്രാമിൽ സ്റ്റാർട്ടിങ്. പിന്നെ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് യൂസേഴ്സിന് സ്വന്തമായിട്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ.